ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മളെ ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കാന്ന് ഓർത്തു. നമ്മൾ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഇന്നലെ തന്നെ നമ്മളെല്ലാം ചെയ്തു. അപ്പൊ പിന്നെ ഇന്നിപ്പോ മമ്മി എന്തൊക്കെയോ ഇന്നലെ തന്നെ എല്ലാം നമ്മൾ പിന്നെയെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നം കേട്ടോ. അതുകൊണ്ട് ഇന്നലെ തന്നെ രാത്രി തന്നെ എല്ലാം നമ്മൾ ചെയ്തു. ഇനി കുറച്ച് തുണികൾ കഴുകാനുള്ളത്, അത് കഴുകിക്കഴിഞ്ഞാൽ ഇതായി. പിന്നെ നമ്മുടെ ഡെയിലി റുട്ടീനായി. നമ്മൾ എവിടെയെങ്കിലും പോയി വന്ന് ഇതാണ് ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ കബോർഡിനകത്തൊക്കെ അങ്ങനെ മാറാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ രാത്രി തന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചു. അപ്പം എന്തായാലും ടാറ്റയുടെ പൊന്ന ഇവിടെ സുണ്ടലി കിടന്ന് ഉറങ്ങണ്ട്. ഞാൻ കാണിച്ചു കേട്ടോ. ഇതുണ്ടോ സുണ്ടലി മറ്റേ റൂമിൽ നിന്ന് ഉറക്കം തെളിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് കിടക്കുക. കുഞ്ഞാവേ എണിച്ച് രാവിലെ ഒന്നും കഴിക്കൂല, ഇങ്ങനെ കിടക്കും. എനിക്ക് വാവിച്ചി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം എന്തായാലും നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിതുണ്ടോ മറ്റേ അരി വെള്ളത്തിട്ട് വെച്ചിട്ടത് പച്ചരിയാണ്. ഞാൻ ഇത് അരച്ചിട്ട് ഞാൻ ഇതും നാളികേരൊക്കെ ഇട്ട് അരച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കാറുണ്ട് കേട്ടോ പണ്ട്. അതുപോലെ ഇപ്പം ഉണ്ടാക്കി നോക്കാച്ചിട്ട് വെറുതെ വെള്ളത്തിട്ടാണ്. നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് ഇവിടെ സാധനങ്ങളൊന്നും ഒന്നുമില്ല, ഇനിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അപ്പം ഞാൻ ഇതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഇന്നലെ രാത്രി കിടന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്നും വൃത്തിയാക്കാനൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നത് രാത്രി എല്ലാം വൃത്തിയാക്കിയിട്ടാട്ടോ കിടന്നത്. ഇതുണ്ട് ഇവിടെ കബോർഡ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി. ഇതുണ്ട് ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കണം. പാത്രങ്ങളൊക്കെ നല്ല വലിയ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം. കൊട്ടൻ ഒന്നുമില്ല കേട്ടോ, കാരണം ഞാൻ പോയി വന്നിട്ട് വാങ്ങിക്കാച്ചിട്ടൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഉണ്ണി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ പോകുമ്പോൾ അങ്ങനെ അവളോട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അമ്മച്ചന് ഇളനീര് തന്നതൊക്കെ ഇവിടെ ഉണ്ട്. പഴങ്കഞ്ഞി കഴിച്ചിട്ട് പഴങ്കഞ്ഞി ഇല്ലല്ലോ, നമ്മൾ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കത് രാവിലെ കഴിച്ചു വെച്ച് ഇങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല. അപ്പൊ ഇത്തിരി മറ്റേ ഒരു ഇളനീര് വെട്ടിത്തരേ. കുട്ടിയാണ് ഒന്നും കുട്ടി ഹോസ്പിറ്റലിൽ അന്ന് പോയതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞ കേട്ടോ. അപ്പൊ അവൾ അതിനു വേണ്ടി പോവാണ്. എന്താ പറയാ, എനിക്ക് ബാഗ് തരുന്നില്ല ഗൈസ്. ബാഗ് തരാന്ന് പറയാ. എൻ്റെ ബാഗിലൊരു 300 സാധനങ്ങളുണ്ട്. അതൊക്കെ കൊട്ടിയിട്ട് ഇവിടെ ഇട്ടിട്ട് ബാഗ് എടുത്തിട്ട് പോട്ടോ. ബാഗ് വേറെ ഇല്ല, നമ്മൾക്ക് ഇത് ഒരെണ്ണം തന്നെ ഉള്ളൂ വെച്ചാൽ നമുക്ക് ആ ബാഗ് എടുത്തിട്ട് പോകണമെന്ന് മര്യാദ. 1000 ബാഗ് ഉണ്ട്, അപ്പൊ അതിലൊന്നും എടുത്തിട്ട് പോകൂടെ? ഇന്റെ ബാഗ് തന്നെ വേണോ? മുകളിൽ ഞാൻ ബാഗ് കളക്ഷൻ കഴിക്കാൻ വേണ്ടി നിങ്ങളെ പോലെയല്ല ഞാൻ, എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. അപ്പൊ ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബാഗ് കൊടുത്തു കേട്ടോ. ഇത് വേണ്ടാന്ന് അവൾ കൊടയൊക്കെ എടുക്കണത്രേ, കൊടിയും വെള്ളമൊക്കെ എടുക്കണത്രേ. അപ്പം എന്തായാലും നോക്കി പോയിട്ട് വാ. വരുമ്പോൾ റോയലിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട്, സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ വീട്ടിൽ നിന്ന് ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബൈ. ആ കുട്ടി ഹോസ്പിറ്റലിൽ പോണ സമയത്ത് അവളോടാണോ എല്ലാം പറയണത്? കുപ്പി എടുത്തിട്ട് വന്നൊക്കെ ഇല്ലേ? പോയിട്ട് വായോട്ടാ. ടാറ്റയുടെ ബൈ. ഇന്ന് നമ്മള് വീട്ടിൽ നിന്ന് മണിയമ്പാറയിൽ വന്നതിന്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. സൺഡേ ആണ്. നമ്മള് മറ്റേ ശനിയാഴ്ച വൈകുന്നേരം വന്നത് കേട്ടോ. അപ്പൊ വന്നപ്പോ തന്നെ നമ്മൾ ഏകദേശം എല്ലാം വൃത്തിയാക്കി ഒതുക്കി പറക്കി വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ അടിച്ചു തുടച്ചു. വീടൊക്കെ നമ്മൾ 2 ദിവസം വിട്ട് നിന്ന അങ്ങനെ ഉണ്ടാവില്ലേ പൊടി കാര്യങ്ങളൊക്കെ, അത് രാത്രി തന്നെ ഉണ്ണി തുടച്ചു. ഞാൻ പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഈ കബോർഡ് കാര്യങ്ങളില്ലേ അതെല്ലാം രാത്രി തന്നെ വൃത്തിയാക്കി കേട്ടോ. അത് എന്താ വെച്ചാൽ വേറൊന്നുമല്ല, അത് വൃത്തിയാക്കി പോയപ്പോൾ ബോട്ടിലൊക്കെ കഴിയപ്പോൾ അതിലൊക്കെ അങ്ങനെ മാറാലിയും അങ്ങനെ പൊടി പിടിച്ച് കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വേണ്ടാത്ത ബോട്ടിൽസ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ രാത്രി 12-1 മണിക്കൊക്കെ കിടന്നത് അതൊക്കെ വൃത്തിയാക്കി. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കൊട്ടി വയ്ക്കാൻ വാങ്ങാനുണ്ട്. അപ്പൊ പിന്നെ കൊട്ടി വയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ അപ്പം പോയിട്ട് ബോട്ടിൽ കഴുകണ്ടല്ലോ വെച്ചിട്ട് എല്ലാ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോ നമ്മൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളിലേക്ക് പോവാം. അന്ന് എന്താ കുക്ക് ചെയ്യാച്ചാ, ഇന്ന് സാധനങ്ങളൊന്നും ഞാൻ മണിയമ്പാറയ്ക്ക് പോയി വെച്ചിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഫ്രിഡ്ജിലാണെച്ചാലും ഒരു സാധനം ഇല്ല. ഏതാണ്ടോ ഫ്രിഡ്ജിൽ ഒന്നുമില്ല. പിന്നെ വേറെ സാധനങ്ങളും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഒരു ചേമ്പിന്റെ തണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാന്ന് ഓർത്തു കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ കാണിച്ചാൽ ഞാൻ രാവിലെ എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അപ്പോൾ ജോലിയിലേക്ക് പോവാം. ഇപ്പൊ ഇങ്ങനെ ഡെയിലി വ്ളോഗ് എടുക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. കാരണം
നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഡെയിലി വ്ളോഗ് ഇടുന്നത്. എൻ്റെ വ്ളോഗ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമുക്ക്. മറ്റേ ഉണ്ണി ജ്യൂസ് അടിക്കുന്ന നിലക്കടല കേട്ടോ. അപ്പൊ അത് ഇന്നലെ ഞാൻ ബോട്ടിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ ബോട്ടിലേക്ക് ഉറുമ്പ് വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ അതിനൊരു പാത്രത്തിൽ കൊട്ടിയിട്ട് ഇങ്ങനെ ഉറുമ്പ് പോകാൻ വേണ്ടി വെച്ചതാണ്. ഇത് നല്ല നിലക്കടല ജയുടെ അച്ഛനില്ലേ, അവര് നമുക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ഇനി ഇത് കുറച്ചും കൂടെ ഉണ്ട്, ബാക്കിയൊക്കെ കഴിഞ്ഞു. ഉണ്ണി ജ്യൂസൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു, പിന്നെ കുറച്ചെടുത്ത് വെച്ചതാണ്. അപ്പൊ ഇതെന്തായാലും ഒരു ബോട്ടിൽ കൊട്ടി വയ്ക്കാം. ഇത്രയും ബോട്ടിൽസ് ഒക്കെ നിലത്തിന് കഴുകി വെച്ചു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഉണ്ണി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് വേഗം എന്തെങ്കിലും കൊട്ടി വൃത്തിയാക്കിയാൽ മതിയല്ലോ, വൃത്തിയായിട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പൊ ഇത് പച്ചരി കുതിരാൻ ഇട്ടതാണ്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പച്ചരി കൊണ്ടുവന്നിരുന്നു. അവിടെ മറ്റെന്താ പറയാ, അവിടെ നമ്മൾക്ക് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പച്ചരിയൊക്കെ അവിടുത്തെ. പക്ഷെ അവിടുത്തെ പച്ചരിയിൽ എന്താ ഒരു പ്രശ്നം വെച്ചാൽ കല്ലുണ്ടാവും. കല്ല് നമ്മൾ നെല്ല് കുത്തിക്കുമ്പോൾ കല്ലായിരിക്കില്ലല്ലോ. നമ്മൾ വേറെ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചരിയിലൊന്നും കല്ലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതില് ചിലപ്പോൾ കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിക്കും അരിച്ച് വെച്ചാൽ അത് പണി കിട്ടും. അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇതുകൊണ്ടൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അതുപോലെ ഉണ്ടാക്കേണ്ട വെച്ചാൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് പണ്ട് ചെറുപ്പത്തില് നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഉണ്ണിക്കും ബാവയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇതിപ്പോ ഉണ്ടാക്കുന്ന കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പൊ ഞാൻ ഇതിനൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് വരാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് കാണിച്ചേക്കാം. അപ്പൊ അരി ഇതാണ്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് നാളികേരാണ് കേട്ടോ. ഇത് നല്ല ഇളമ്പ് നാളികേരാണ്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ നല്ല ഇളമ്പിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. മൂത്തത് ഇടുന്നേക്കാളും നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് അതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് നന്നായി അരയ്ക്കാൻ പാടില്ല, ഒരു പകുതി അരവേ പാടുള്ളൂ. എന്നിട്ട് നാളികേരം ഒന്നിട്ടിട്ട് ചതയ്ക്കാണ് ചെയ്യുക. അപ്പൊ ഞാൻ അത് ഇട്ടിട്ട് അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒഴിച്ച് കാണിച്ചത്. ഇത് വെറും പച്ചരി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇതിലിട്ടിട്ടില്ല. കാരണം വെറും നല്ല പച്ചരി, നമ്മള് നെല്ല് കുത്തിച്ച പച്ചരി ആണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് എനിക്ക് അത്ര ടേസ്റ്റ് പറയാൻ പറ്റില്ല. നമ്മള് വീട്ടിലേക്ക് നെല്ല് കുത്തിച്ച് നമുക്ക് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇപ്പൊ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരി വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പൊ ഇത് എന്തായാലും ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്യട്ടെ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ജീരകം ഇടാം. പക്ഷെ ഇവിടെ ജീരകം ഇട്ട് കഴിഞ്ഞാൽ എനിക്കും ഇഷ്ടമല്ല, ഉണ്ണിമാവിക്കൊന്നും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഉപ്പ് നോക്കുമ്പോൾ ഉപ്പില്ല കേട്ടോ. അപ്പൊ ഞാൻ ഉപ്പ് കഴിഞ്ഞിരിക്കണം. അപ്പൊ കൊട്ടി വയ്ക്കട്ടെ. ഇപ്പൊ ഞാൻ കല്ലുപ്പ് വാങ്ങിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് കല്ലുപ്പിന്റെ അളവ് അറിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാച്ചാൽ പൊടിയുപ്പാണ് എനിക്ക് എല്ലാത്തിന്റെ അളവ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കല്ലുപ്പ് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒന്നുമില്ല വെച്ചാൽ കൂടും കുറയൊക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കല്ലുപ്പ് പൊടിയുപ്പ് അത്രയും കെമിക്കലാട്ടോ. നമ്മള് അത് യൂസ് ചെയ്യുന്നത് അത്രയും കേടാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് കല്ലുപ്പ് പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളും പൊടിയുപ്പ് ഉപയോഗിക്കുന്ന വെച്ചാൽ അത് നിർത്തിയിട്ട് കല്ലുപ്പ് ഉപയോഗിക്കൂട്ടെ. കാരണം കല്ലുപ്പിൽ വലിയ കെമിക്കൽ ഇല്ല എന്ന് പറയണു. എങ്കിലും വെറുതെ എന്തിനാ, നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഉപ്പ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് പൊടിച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പൊടിയുപ്പ് പോലെ അത്ര ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടില്ലെങ്കിലും അത്യാവശ്യം പൊടിയുപ്പായിട്ട് കിട്ടും. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പൊടിച്ചിട്ട് അതിൽ കൊട്ടി വെക്കട്ടെ കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് കല്ലുപ്പന് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇളകൂല. പിന്നെ ഉപ്പതി കുറച്ച് മാവിലേ ഉള്ളൂ. ഉപ്പതി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്തായാലും പൊടിച്ചിട്ട് ഇതാക്കട്ടെ. ഇതാണ്ടോ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് 2-3 വട്ടം നമ്മൾ കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. പക്ഷെ 2-3 വട്ടമായി കഴിഞ്ഞാൽ പൊടിച്ചു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ഉപ്പിന്റെ ഒരു ഇത് കിട്ടും. അപ്പൊ നല്ലതല്ലേ. നല്ല കുറച്ച് പൊടിക്കുകയെന്ന് വെച്ചാൽ നല്ല ഫൈൻ പേസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. നല്ല ശരിക്കും പൊടിയുപ്പിന്റെ ഉണ്ട്. ഞാൻ അന്ന് കുറച്ച് കൂടുതലിട്ട് പൊടിച്ചു, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആവില്ല എന്ന് തോന്നിയത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കൂ. ഇത് വളരെ നമുക്ക് കുറച്ചൊക്കെ ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാലോ. ഇതിൽ വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇടാം, ജീരകം ഇടാം, ഒക്കെ ഇടാം. എനിക്ക് പക്ഷെ അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാത്രം ചെയ്യുന്നത്. പണ്ടത്തെയൊക്കെ കട്ടൻ ചായയും ഇതും കൂടി നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ് കഴിക്കാനൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. നമ്മൾ കുറച്ച് എണ്ണ തടവിയിട്ട് ഇത് ഉണ്ടാക്കാം.
ഇരുമ്പ് കല്ലിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, നോൺ സ്റ്റിക്കിലല്ല. ഇരുമ്പ് കല്ലാകുമ്പോൾ നമുക്ക് ഇത് പിടിക്കും. ദോശ ഒന്നും ഉണ്ടാക്കുന്ന ചട്ടിയല്ല, എങ്കിൽ പോലും ഞാൻ അതിലുണ്ടാക്കി നോക്കിയിരിക്കണത്. പിടിക്കാതെ കിട്ടിയ ഭാഗ്യം. അത് പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാ നമ്മളിതില് ദോശയുടെ മാവിന്റെ അങ്ങനെ മയൊന്നും ഇല്ലല്ലോ, വെറും പച്ചരി മാത്രമല്ലേ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും പിടിക്കും. ഞാൻ വിചാരിച്ചു ഇരുമ്പ് കല്ലിൽ ചുട്ടെടുക്കുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലോ എന്ന്. അതിപ്പോ കോളയുന്ന തോന്നുന്നത് കേട്ടോ. ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഇരുമ്പ് കല്ല് മയങ്ങിയിട്ടൊന്നും ഇല്ല. അപ്പൊ എന്തായാലും മറിച്ചിട്ട് നോക്കാം. ഇനി കൊള കാണിച്ച് ഞാൻ ഒന്നും കൂടി ചെറുതാക്കിയിട്ട് ഒഴിക്കാം. എന്നാലും ഞാൻ ഇരുമ്പ് കല്ല് തന്നെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് സൂപ്പറായിട്ട് കിട്ടിയിട്ടോ. ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ ഇങ്ങനെ അടി കൂടെ ഇങ്ങനെ ആക്കിയപ്പം അതിങ്ങനെ വിട്ടു പോകുന്നു കേട്ടോ. ഞാൻ വിട്ടു പോരില്ല എന്നാ വിചാരിച്ചതാട്ടോ. വിട്ടു പോരില്ല എന്നാ വിചാരിച്ചതാട്ടോ. കൊള്ളാം കൊള്ളാം. കല്ല് പിന്നെ കുറെ നാളായില്ലേ. അപ്പൊ അതിനെന്നെ തോന്നുന്നു ഒന്ന് മയങ്ങി കളയാന്ന്. അതുകൊണ്ട് വൃത്തിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് വാക്കുട്ടി കുളിക്കണം കേട്ടോ. വാക്കുട്ടി കൊടുക്കട്ടെ. വാക്കുട്ടി കഴിച്ചു നോക്കിയിട്ട് വാക്കുട്ടി പറയും. കാരണം ഇത് ഞാൻ പണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. വാക്കുട്ടി പറയൂല്ലെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. കാരണം ഇത് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഞാൻ മുഴുവനൊന്നും ഉണ്ടാക്കട്ടെ. ചേമ്പ് ഇന്നലെ അങ്ങനെ കൊണ്ടുവന്നതാണ്. കേടുന്നിട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഇതും ഞാൻ ഒറ്റയ്ക്ക് കറി വെച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ അമ്മയൊക്കെ വെച്ച് കഴിച്ചൊരു ഇതല്ലാതെ ഞാൻ വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇതിന് എങ്ങനെയെങ്കിലും ഒരു കറി വെച്ചാലല്ലേ ഉണ്ണിക്ക് ഭാവിക്ക് ഇഷ്ടപ്പെടൂ. അപ്പോൾ ഇത് എങ്ങനെ വെക്കാന്ന് നോക്കട്ടെ. വെറുതെ കുറച്ച് പച്ചമുളക് ഒക്കെ അരച്ച് വെച്ച് പരിപ്പൊക്കെ ഇട്ട് വെച്ചാൽ നന്നായിട്ടുണ്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല. വെറുതെ കുറച്ചിങ്ങനെ വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ച് നന്നായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, സീതമ്മ എന്ന് പറയും. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വെക്കും. ഇതിങ്ങനെ ആക്കിയിട്ട് നേരാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുണ്ടോ ഇത് തോലി ഇങ്ങനെ കളിയാണ്. ഇതൊക്കെ അത്രയും ഹെൽത്തിയാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ വിഷത്തിന്റെ പച്ചക്കറിയുടെ പുറകെ ഇങ്ങനെ ഓടും. പക്ഷെ ഇതൊക്കെ അത്രയും കഴിച്ചാൽ ഹെൽത്തിയാണ്. പക്ഷെ ഇതൊന്നും ആരും അങ്ങനെ കഴിക്കില്ല. പക്ഷെ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിക്ക് പാവയ്ക്ക് വെച്ചോട്ടെ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ കാര്യം കേട്ടോ പറഞ്ഞത്. പാവ അച്ഛൻ രാത്രി എന്നെ പൊട്ടിച്ച് തന്നാട്ടോ. ഹലോ ഗൈസ്, അപ്പൊ മമ്മി എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എടുത്തിട്ട് പോട്ടെ. എന്താ അമ്മയോട് ചെയ്യുന്നത്? ഞാന് ഒരു പ്ലേറ്റിലെടുക്ക്. ഈ പ്ലേറ്റിൽ അത് ഉണ്ടാക്കി വയ്ക്കുന്ന പ്ലേറ്റാ. ഈ സാധനം വാങ്ങി കഴിച്ചിട്ടുണ്ടോ? ഇത് ചേമ്പുണ്ട് കഴിച്ചിട്ടില്ലേ? അതൊക്കെ കഴിക്കും. അല്ലേ, ഞാൻ കുളിച്ചിട്ടില്ല. എനിക്ക് തലയില് പാറ്ററുണ്ട്, കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കുന്നു പറയേ. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കും. അത് ഞാൻ സുന്ദരി എഴുതി കഴിഞ്ഞു എഴുതാനുള്ളൊക്കെ. അതിന് എഴുതാനുള്ളതൊന്നും എഴുതിയിട്ടില്ല ഞാൻ. ടീച്ചർ ഇത് കാണട്ടെ. ടീച്ചറെ വ്ളോഗ് എനിക്ക് നോട്ട് കിട്ടിയില്ല, ഇന്ന് രാവിലെ കിട്ടിയത്. എന്നിട്ട് എഴുതിയോ? ബാഗൊക്കെ വെറുതെ ആളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ. പൈസ അപ്പൊ നമുക്ക് വാവച്ചിനടുത്ത് ചോദിക്കാം. എന്നൊക്കെ വാച്ചി എന്നിട്ട് കഴിക്കാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. ശരിക്കും പറ. ഇത് എവിടെയെങ്കിലും എനിക്കിത് മുന്നേ നല്ല ഇഷ്ടല്ലേ? കാരണം ഞാൻ പറഞ്ഞില്ലേ വാക്കുട്ടി നല്ല ഇഷ്ടമാണ്. അപ്പൊ ഞാനിത് കണ്ടത് മറ്റേ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അത് കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടും, ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഞാൻ കുറച്ച് മറ്റേ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് വറുത്തിടും കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അതിനൊരു ടേസ്റ്റ് കിട്ടൂലോ ഇച്ചിരി കഴിക്കാൻ വെച്ചിട്ട്. കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് നമുക്ക് കുറച്ച് വെള്ളം വെച്ചതിന് ഇതിൽ വെള്ളം ഉണ്ടാകാതെ വരും കേട്ടോ. ഉണ്ണി ഹോസ്പിറ്റലിൽ പോയിരിക്കട്ടോ. ഉണ്ണി വിളിക്കണേ. എന്തുണ്ണി? ഓ പേടിക്കൊന്നും വേണ്ടേ. വിളിച്ചതാട്ടോ. എന്താ വെച്ചാ ഉണ്ണി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവള് അവിടത്തെ വിളിക്കൂലോ. അപ്പൊ അത് വിളിച്ചാൽ അവളെ കഴിഞ്ഞു. അപ്പൊ ഞാൻ റോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൾ അതും കൂടി വാങ്ങിച്ചിട്ട് വരും. പിന്നെ എന്താണ്, കല്ലൊക്കെ ഇപ്പൊ മയങ്ങിയിട്ട് ഇപ്പൊ സൂപ്പറായിട്ട് കിട്ടണം കേട്ടോ.
പിന്നെ ഇത് വെക്കുമ്പോൾ നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടും കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതോറും പൊങ്ങി വരും. അപ്പോൾ അവൾ വെള്ളം പോരാച്ചിട്ട് അത് നിറയണവരെ ഒഴിച്ചിട്ട് ഇത് കറി വെച്ച ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾ വീഡിയോ കാണാന്ന് വെച്ചാൽ അവള് വീഡിയോ കാണാന്ന് വെച്ചാൽ അവൾക്ക് അറിയും. പക്ഷെ ഞാൻ ഇതിൽ പേര് പറയുന്നില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ് കളിയാക്കുന്ന ഒരു കാര്യമാണ്. 5 ലിറ്റർ കുക്കറിൽ നിറച്ച് വെച്ചിട്ട് വിസിലടിച്ചതാണ്. ഇതിനൊക്കെ ഒരു വേവ്, കുറച്ച് വേവ് മതി കേട്ടോ. ഒരു തളിക്കുമ്പോഴേക്കാൻ എന്ത് വേവും. അവൾ ഇതിനൊക്കെ വെച്ച് വിസിലൊക്കെ അടിച്ചു വിട്ടെന്നൊക്കെ പറഞ്ഞ് എന്നും കളിയാക്കും കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാനൊരു അരപ്പ് റെഡിയാക്കട്ടെ. ഇപ്പൊ അത് വേവാൻ വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും അത് റെഡി ആവട്ടെ. നിങ്ങൾ കാണുന്നുണ്ടല്ലേ, എനിക്ക് ഫോൺ അപ്പം എടുക്കാനൊരു കംഫർട്ടബിൾ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റേജ് ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, പെട്ടെന്ന് ഞാൻ ചോറ് വേഗം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് തട്ടിക്കൂട്ട് കറി വേണിച്ചാലും ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഫസ്റ്റ് ചോറ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് ജോലികൾ തീർക്കാന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഉണ്ണി വേഗം അരി ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു പോകുന്നതിന് വേണ്ടി. ഇപ്പം ഞാൻ കണ്ടത് തിളപ്പിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറി, പിന്നെ ഇത് നമ്മൾ ചേമ്പിൻ്റെ ഇതുണ്ടോ, അത് വേഗണേ ഉള്ളൂ. അപ്പം ഇത് കുറച്ച് ചെറുപയറാണ് കേട്ടോ. അപ്പൊ അത് കുറച്ച് ചെറുപയറാട്ടോ. അപ്പൊ ഇവിടെ വേറൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാന്ന്. കാരണം ഇനിയിപ്പോ ഉണ്ണി വാങ്ങിച്ചിട്ട് വന്ന് വെക്കുമ്പോഴത്തേനും സമയമാവും. അപ്പൊ ഞാൻ കുറച്ച് ചെറുപയറുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് തോരൻ വയ്ക്കും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ണി വരുമ്പോഴത്തേനും ഞാൻ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. വാക്കുട്ടി ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ. ഇനിയിപ്പോ അവള് കുളിയും ഇതൊക്കെ കഴിയുമ്പോഴത്തേനും വേറെ റെഡിയാക്കിയാൽ മതി. അപ്പൊ ഞാൻ എന്തായാലും വേറെ അതിനുള്ള അരപ്പ് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഇനിയിപ്പോ നാളികേരം പൊളിച്ചിട്ടൊക്കെ വേണം. ഞാനൊരു നാളികേരം പൊളിച്ചിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരവും കുറച്ച് ജീരകവും 2 ചെറുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമ്മൾക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ മറ്റേ വെറും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ്ട് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ഇട്ടു കേട്ടോ. അതിന് എരിക്ക് വേണ്ടിയിട്ട് ഞാൻ കീറിയിടാന്നാണ് വിചാരിച്ച്. പച്ചമുളക് നമ്മളുടെ കൈവശമില്ലാത്തതിനാൽ 2 ചെറുതിനെടുത്ത് ഒപ്പിച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ ഇത് ഞാനെല്ലാം അതിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ചെറുള്ളി മുറിച്ചിട്ടിട്ട് വറുത്തിടാം കേട്ടോ. ഇതൊരു നാടൻ കറി പോലെ വലിയ എരി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നന്നായിട്ടുണ്ടാവുമെന്ന്. കുറച്ച് ഉപ്പ് കുറവാണ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വെച്ചതാണ് വെച്ചാലും ടേസ്റ്റ് ഉണ്ട്. കാരണം നമ്മളതിൻ്റെ കറക്റ്റ് ചേരുവകളൊക്കെ ചേർത്താൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. എങ്കിലും ഇത് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നുണ്ട്. പക്ഷേ ടേസ്റ്റിന് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിട്ടേക്കാം. എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ മൺചട്ടിയിൽ വെക്കുക, അങ്ങനത്തെ കറികൾ വെക്കുക, അടുപ്പ് കത്തിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി അവിടെ പുറത്തേക്ക് ഒരു അടുപ്പ് എടുത്തിട്ട് വേണം വിറക് ഇട്ടിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ അവിടെ കത്തിച്ചിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ അവർ കത്തിക്കുന്നില്ല. അവരിപ്പോൾ എല്ലാം ഗ്യാസിൽ തന്നെ വെക്കുന്നത്. ഫസ്റ്റ് അമ്മയ്ക്ക് വയ്ക്കുമ്പോഴൊക്കെ പശുവിന് വെള്ളം ചൂടാക്കാനും പിന്നെ അടുപ്പത്തിന് ചോറൊക്കെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പശുവൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അവരത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്തായാലും തിളക്കട്ടെ. ഇത് തിളച്ചിട്ട് നമുക്ക് വറുക്കാം. അപ്പോൾ ചെറുപയറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും ഒന്ന് വറുത്തിടാം. അപ്പോൾ 2ഉം കൂടി ഇതായി. അപ്പോൾ ഏകദേശം ഇതായി. ഇനി വേറെ എന്തെങ്കിലും ഒരു തട്ടുകൂട്ട് കറിയും കൂടി ഉണ്ടാക്കണം. അപ്പം അതെന്താണെന്ന് ആലോചിക്കുകയാണ് ഞാനിങ്ങനെ. ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന്. മുരിങ്ങയില കുറച്ച് പൊട്ടിച്ചിട്ട് നമ്മൾക്ക് മുട്ടയും മുരിങ്ങയിലയും കൂടി ഞാനിങ്ങനെ ഒരു ഫ്രൈ ചെയ്യും. ഞാനപ്പോൾ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടി ഉണ്ടെച്ചാൽ അത്യാവശ്യം കഴിക്കാമല്ലോ. അപ്പോൾ എന്തായാലും അതും കൂടി ചെയ്യാം. ഇങ്ങനെ കുറച്ച് കറികൾ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ കുറേ കറികൾ ഉണ്ടാക്കും. കുറച്ചേ ഉണ്ടാക്കുള്ളൂ, പക്ഷെ നിറയെ കറികൾ ഉണ്ടാക്കും. ഉണ്ണി വാവയ്ക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇങ്ങനെ ഒഴിച്ച് കറി, ഇങ്ങനെ അങ്ങനത്തെ സാമ്പാർ അങ്ങനെയുള്ളതല്ല, അതവർക്ക് ഇഷ്ടമില്ല. വേറെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ട് കറികൾ ഉണ്ടാക്കും. അപ്പോൾ അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എന്തായാലും ഇനി ഞാൻ മുരിങ്ങയില പൊട്ടിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഒരു കറിവേപ്പിലയും പൊട്ടിക്കാണ്ട്. അപ്പം അത് നിങ്ങളെ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എനിക്ക് 2ഉം കൂടി പിടിക്കാനും എനിക്ക് സാധിക്കുന്നില്ല, ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ട് എനിക്ക് പറ്റണില്ല. അതുകൊണ്ട് വേർത്ത് മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. തലയിൽ തലവേദനയുടെ എണ്ണ തേക്കണോണ്ട് പിന്നെ അത് തേച്ച് കുറച്ച് നേരമൊക്കെ മസാജ് ചെയ്തിട്ടൊക്കെ വേണം കുളിക്കാൻ. അപ്പോൾ അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞിട്ടൊന്നും നടക്കില്ല. 2ഉം കൂടി ഒന്നും നടക്കില്ല. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് വരാം കേട്ടോ. മുരിങ്ങയില പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല നാടൻ കറിവേപ്പിലയും പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണെന്നാണ് എൻ്റെ ഒരു സന്തോഷം. കാരണം ഇത് നമ്മൾ
കുറേ വർഷമായിട്ട് മുരിങ്ങയുടെ ഇല വെച്ചിട്ട് ഒരു 5-8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇതും ഞാൻ നട്ട കറുവപ്പ. അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ നട്ടിട്ട് ഉണ്ടായി ഇതിൽ ഇങ്ങനെ പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഞാൻ ഉണ്ടാക്കിയതെന്ന് മാത്രമല്ല, നമ്മുടെ തൊടിയിൽ എന്തുണ്ടെങ്കിലും നാടൻ സാധനങ്ങളോട് ഇഷ്ടമാണ്. പക്ഷെ ഉണ്ടാക്കാൻ നമ്മുടെ തൊടിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ടെലിച്ച് നമുക്ക് കുറച്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് നിറയെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പന്നി വരും ഒന്ന്, രണ്ടാമത് ചീപ്പാറയാണ്. ഇവിടെ കിളച്ച താഴില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ചെടിച്ചട്ടിക്ക് കുറച്ച് മണ്ണെടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ കൊണ്ടാട്ടില്ല. ഇപ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പന്നിയുടെ ശല്യമൊന്നും ഇല്ല വെച്ചാൽ. ഫസ്റ്റ് അച്ഛൻ വന്നിട്ട് എനിക്ക് 2-3-4 തെങ്ങും തൈ വെച്ച് തന്നിരുന്നു കേട്ടോ. ബാക്കിൽ പിന്നെ ഒരു മാങ്ങ മരത്തിൻ്റെ ഇതും മാവും. പക്ഷെ പന്നി നമ്മളെ മുന്നിൽ വെച്ചിട്ട് തന്നെ അതിനെയൊക്കെ പൊട്ടിച്ച് കഴിച്ചു. 4 തെങ്ങിനെ നശിപ്പിച്ചു. മാങ്ങമരം കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു, നമ്മൾ അച്ഛൻ്റെ ഒരു ഓർമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ നമ്മളെ തൊടി നമ്മളോട് പറയാതെ നമ്മളറിയാണ്ട് നമ്മുടെ തൊടി വെട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അവർ അതിലൊക്കെ JCB കൊണ്ടുവന്നിട്ട് അതൊക്കെ അങ്ങോട്ട് നിരത്തി. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. അതിൻ്റെ കറുവപ്പൊക്കെ കുറേ പോയി. പിന്നെയും കുറേ ഇടയിലൊക്കെ പിടിച്ച സംഭവങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. പുറകുവശത്ത് നിറച്ച് കറുവേപ്പായിരുന്നു. ഒരു 5-8 ചെടികളുണ്ടായിരുന്നു. നല്ല ഞാൻ നനച്ചൊക്കെ കൊടുത്തിട്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി. എന്നാലും ഒരു 5-6 ഇപ്പോൾ ആവശ്യത്തിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കൊന്നും വേണ്ട. എന്തായാലും എന്തൊന്ന് ഊരി റെഡി ആവട്ടെ. അപ്പോൾ ഏകദേശം ഒക്കെ റെഡി ആയിട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒക്കെ ചെയ്തു. ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ ചെയ്തു. മുകളിൽ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ പോയിട്ട് ഇട്ടിട്ട് വന്നു. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം രണ്ടും കൂടി എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. വാക്കുട്ടി ഉണ്ട്, അവളവിടെ എന്തോ എഴുതാനുണ്ട് വെച്ചിട്ട് എഴുതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങടലയും മുട്ടയും കൂടെ ഫ്രൈ ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾ ചെയ്തില്ല വെച്ചാൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ഹെൽത്തിയാണ്. നമ്മൾ മുരിങ്ങടല എന്ന് പറഞ്ഞാൽ ഒത്തിരി അയൺ കണ്ടൻ്റൊക്കെ ഉള്ളൊരു സാധനമല്ലേ. അപ്പോൾ അത് വെറുതെ കഴിക്കണത് ഇങ്ങനെ വെറുതെ കറി വെച്ച് കഴിക്കണം നല്ലതാ. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കണം നല്ലതാട്ടോ. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഉണ്ടാക്കും. കാരണം അങ്ങനെയെങ്കിലും കുട്ടികളത് കഴിക്കട്ടെ വെച്ചിട്ടാണ്. പിന്നെ അവർക്ക് നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ രീതിയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം ഇൻഗ്രീഡിയൻസ് ഫുള്ള് അതിന് ചേർക്കാനുള്ളത് ഇല്ലായിരുന്നു. ഉള്ളത് വെച്ചിട്ടല്ലേ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നാലും അതിൻ്റെ ചെറുതായിട്ടൊരു മാറ്റമുണ്ട്. എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് മുട്ട ഒരു 2-3 ഒഴിക്കുക. അതിൽ കുറച്ച് ഉള്ളി ഇടുക. കുറച്ച് പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇടാം. ഇത് ചിലപ്പോൾ ഈ മുരിങ്ങയുടെ ഇടയിൽ കൂടെ കടിക്കുമ്പോൾ നമുക്കത് അറിയില്ല. അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇടുക. എന്നിട്ട് നന്നായിട്ട് അതിനെ ഇളക്കിയിട്ട് മുരിങ്ങ അതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി വേവിക്കുകയാണ് ചെയ്യുക. നന്നായിട്ട് വേവണം കേട്ടോ. കാരണം മുരിങ്ങ വെന്തിലിച്ചാൽ അത് വരുന്ന പ്രശ്നമാണ്. അപ്പോൾ അത് നന്നായിട്ട് വേവണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് സാധാ മുളക് പൊടി ഇട്ടത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇത് നല്ല ഹെൽത്തിയാണ്. ഇത് നന്നായിട്ട് വെന്തിട്ട് നന്നായി ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരു വട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി കുക്കിംഗ് കഴിഞ്ഞു. കുക്കിംഗ് കഴിഞ്ഞ പിന്നെ പാത്രം കഴുകൽ അടുക്കള വൃത്തിയാക്കലല്ലേ. അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പാത്രങ്ങൾ കഴുകട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ളത് കാണിക്കുള്ളൂ. കാരണം എനിക്ക് കുളിച്ചിട്ട് കുറേ ജോലികളുണ്ട്. എൻ്റെ റാക്കുകളൊക്കെ മെസ്സായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതും കൂടി നമുക്ക് പോയിട്ട് ഒരുമിച്ച് വൃത്തിയാക്കാം. ഓക്കെ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനിട്ടു കേട്ടോ. പിന്നെ കുറച്ച് നാളികേരം ചിരവിയത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. കാരണം നാളെ വേണമെച്ചാൽ നമുക്കതെടുത്ത് യൂസ് ചെയ്യാമല്ലോ. എനിക്ക് നാളികേരം പൊളിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചത്. പിന്നെ എനിക്ക് പാത്രങ്ങളൊക്കെ എത്ര ഉണ്ടെച്ചാലും കഴുകാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ശരീരം കൊണ്ട് വഹിക്കണമെന്ന് മാത്രം. അപ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ 2 പപ്പടം കാച്ചി കേട്ടോ. 2-3 പപ്പടം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതും ഒന്ന് പൊട്ടിച്ച് വറുത്തു. പിന്നെ ഈ ഉണ്ണിവാവ അടുക്കളയിൽ ഉണ്ടെച്ചാൽ എനിക്ക് ഒന്നും കൂടെ ജോലികളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം അവരെന്തെങ്കിലുമൊക്കെ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉണ്ണിക്ക് നേരെ തിരിച്ചാട്ടോ. അവൾക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് ജോലി ചെയ്യണം. എനിക്കാണെന്ന് വെച്ചാൽ എല്ലാവരും വേണം താനും. അപ്പോൾ നമുക്കിതിൽ വേസ്റ്റൊക്കെ ഒന്ന് ആക്കിയിട്ട് കെട്ടി വെക്കാം കേട്ടോ. കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ വേസ്റ്റ് എടുക്കാൻ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ളതിലാക്കിയിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവരെടുത്തിട്ട് പോകും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ആക്കി വയ്ക്കാം. പിന്നെ ഉണ്ണിയൊന്ന് വിളിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആക്കാം. ഉണ്ണി പോയിട്ട് കുറേ നേരമായി. അപ്പോൾ എന്തായി എന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ. ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വെച്ചാൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഇനി ഹലോ ആ ഉണ്ണിമ എവിടെ എത്തി? എന്തായി കാര്യങ്ങള്? അതെയോ? കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. വാവ അയച്ചിട്ടുണ്ട്. മമ്മിയും കുറച്ചും കൂടെ അയക്കാം. അത് നോക്കിയിട്ടൊന്ന്
മറന്ന സാധനങ്ങൾ കൊണ്ട് കഴിച്ചോ? ആ വേഗം വായോട്ടാ. പിന്നെ മരുന്ന് കിട്ടിയില്ലാട്ടോ. അതെന്താ? മരുന്ന് 3 മരുന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ഹോസ്പിറ്റലിലൊക്കെ നാളെ എത്ര വരുള്ളൂ. പിന്നെ പുറത്തും 3 മെഡിക്കൽ ഷോപ്പിൽ ഞാൻ ചോദിച്ചു. 3 അവിടെ ഇല്ല. അയ്യോ, എത്ര പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾ കൊടുത്താലും വീണ്ടും പിന്നെ അതുപോലെ നിറയും കേട്ടോ. പിന്നെ നമ്മൾ പ്രൊമോഷൻ വരുന്നതിൻ്റെയൊക്കെ അങ്ങനെയും കുറേ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളിവിടെ വെച്ചിട്ട് ഒന്നിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കളയുകയാണ് ചെയ്യുക കേട്ടോ. എല്ലാം നമ്മൾ വേർതിരിച്ച് വെക്കും. ഫുഡിൻ്റെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതിൻ്റെ വേസ്റ്റും ഇതൊക്കെ കളഞ്ഞ് കഴുകിയിട്ടാണ് കേട്ടോ നമ്മൾ വെക്കുക. എന്താ വെച്ചാൽ അങ്ങനെ തന്നെ ആദ്യമൊക്കെ നമ്മൾ അറിയാണ്ട് അങ്ങനെ വെച്ചു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടേ വെക്കൂ. അവിടെയൊക്കെ ഉണ്ണി അടിച്ചു വാരി തുടച്ചിട്ടാണ് കേട്ടോ പോയത്. ഇവിടെ പിന്നെ നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വിട്ടൊന്നേ ഉള്ളൂ. ഉണ്ണി എല്ലാവിടെയും തുടച്ചിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഞാൻ വീതനയൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാൻ പോയിട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അവിടെയും കഴുകി വിട്ട് തുടച്ച് വൃത്തിയാക്കി. അപ്പൊ എന്റെ ജോലികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേനും ഏട്ടൻ വിളിച്ചു. അതാ ഫോണിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് കുളിക്കണം. ഫുഡൊക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഉണ്ണി വന്നാലും കഴിക്കാം. അത് ജസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കഴിയുമ്പോൾ ഞാൻ ക്ഷീണിച്ചു ശരിക്കും. രാവിലെ ഞാൻ എന്തെങ്കിലും ക്ഷീണിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് വയ്യാണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ പോയി കുളിച്ചതിന് ശേഷം ഇനി ബാക്കി വീഡിയോ കാണിച്ചു തരുള്ളൂ. ഇനി എനിക്ക് അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതൊന്നും നടക്കുന്നത് തോന്നില്ല. ഇനി ഉണ്ണി സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൊട്ടി വയ്ക്കാനും അതിനൊക്കെ ഉണ്ടാവും. എന്നാലും നോക്കട്ടെ. എന്തായാലും ആദ്യം പൊടി ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. ചേട്ടാ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കി ക്ലീൻ കഴിഞ്ഞു കേട്ടോ. അവിടെയൊക്കെ ക്ലീനിങ് കഴിഞ്ഞു. ഇതാണ്ട കിച്ചൺ ഒക്കെ ചുന്തിരിയാക്കിയിട്ടുണ്ട് കിച്ചൺ. എനിക്ക് കിച്ചൺ ഇങ്ങനെ കിടക്കണം കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു എൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എനിക്കിങ്ങനെ സാധനങ്ങളൊന്നും ഇതുണ്ടോ ഇങ്ങനെ സാധനങ്ങളൊന്നും ഇങ്ങനെ വെക്കണമൊന്നും എനിക്കിഷ്ടമില്ല. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ അടുക്കി ഒരു ഭാഗത്ത് വെക്കണം കേട്ടോ. പക്ഷേ ഇവരാരും ഇങ്ങനെ ചെയ്യാറില്ല. ഞാൻ അടുക്കളയിൽ വന്നാൽ മാത്രമാണ് കിച്ചൺ ഇങ്ങനെ കെടുക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ചേട്ടാ ഞാൻ ഫുഡ് കാണിച്ചു തന്നില്ലല്ലോ. ഒരു മിനിറ്റ്. ഇത് ഞാൻ പറഞ്ഞില്ലേ മുട്ടയും മുരിങ്ങയിലയും കൂടിയുള്ള ഫ്രൈ. ഇതാട്ടോ നമ്മളുടെ ചേമ്പിൻ്റെ കറി. ഇത് ചെറുപയർ തോരൻ, ചോറ്. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഉണ്ണി അപ്പോഴത്തേനും വരും. എന്നിട്ട് കഴിക്കാം. ഹലോ, അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പം എണ്ണ തേച്ചിട്ട് പോവാന്ന് ഓർത്തു. കുറച്ചു നേരം ഇരുന്നു. ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു. അങ്ങോട്ട് കുഴഞ്ഞു പോയി എന്നൊക്കെ വേണമെച്ചാൽ പറയാം. വയ്യ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യാനൊന്നും സാധിക്കണില്ല കേട്ടോ. പിന്നെ ഞാനും കുറച്ച് അങ്ങോട്ട് ചെയ്ത് നോക്കട്ടെ. എൻ്റെ പഴയ ഒരു ലെവലിലേക്ക് എത്താൻ നോക്കട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കൂ കേട്ടോ. ആ ഫസ്റ്റത്തെ എൻ്റെ ഒരു ഉഷാറുള്ള ഒരു ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. എങ്കിലും പറയാം. മുടി കണ്ടോ? മുടിയൊക്കെ ആകെ ഒരു സുഖമില്ല. എന്താ വെച്ചാൽ ഒക്കെ മറ്റു വീട്ടിൽ പോയിട്ട് നനച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ അവിടുത്തെ വെള്ളത്തിൽ നനച്ചിട്ടില്ല. അപ്പോൾ എണ്ണ തേച്ചിട്ട് നമുക്ക് കുളിക്കാം. ഈ തലവേദന വന്നത് കൊണ്ടേ ആകെ അങ്ങോട്ട് കുടുങ്ങി. കാരണം എന്തെങ്കിലും ചെയ്തിട്ടും മാറണമില്ല. ഭയങ്കരമായിട്ട് സഹിക്കാനും വയ്യാത്തൊരവസ്ഥയിലെത്തി. പിന്നെ ഇപ്പം ഞാൻ ആയുർവേദം കഴിക്കുന്നുണ്ട്. അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ ആയുർവേദം പരീക്ഷിക്കുമ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ കൂടും കേട്ടോ. അപ്പം ഞാൻ അതാണോന്നും അറിയില്ല ദിവസം വരുന്നത്. അറിയില്ല, നോക്കാം. 40 വയസ്സ് കഴിഞ്ഞാലൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി 40 വയസ്സാവാൻ കാത്തിരിക്കുക. തലവേദന മാറട്ടെ വെച്ചിട്ട്. അല്ലാതെ 40 വയസ്സാവെന്ന് പറയുമ്പോൾ അതത്ര ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ തലവേദന മാറാൻ വേണ്ടിയിട്ട് വായാലും കുഴപ്പമില്ല എന്നുണ്ട്. ചെറുതായിട്ട് ഇപ്പം മുടി കൊഴിയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് തലവേദനയുടെ എണ്ണയൊക്കെ തേക്കുമ്പോൾ മുടിയിൽ സെറ്റാവില്ല. പിന്നെ അപ്പം മുടി കൊഴിച്ചിൽ തുടങ്ങും. അപ്പോൾ അത് ചെറുതായിട്ട് ഇപ്പോൾ എനിക്ക് കൊഴിച്ചൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സർജറി കഴിഞ്ഞ ശേഷം 1-2 കൊഴിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഉണ്ണിമ വന്നു കേട്ടോ. അയ്യോ, സാധനങ്ങൾ ഇറക്കുകയാണ്.
പാവം എന്തൊക്കെയോ ചട്ടിയും പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നു. എനിക്ക് മുടിയൊക്കെ എന്തെങ്കിലും ഇരിക്കണത്. അപ്പൊ എന്റെ കുട്ടി രാവിലെ പോയതാട്ടോ, ഹോസ്പിറ്റലിൽ പോയി. മുടി എന്താ വാലെങ്ങനെ ഇല്ല, ഇങ്ങനെ ചുറ്റിയത് ഇങ്ങനെ. ഓക്കെ, അതെന്താണെന്നറിയോ, ഭയങ്കര കാറ്റ് സഹിക്കാൻ പറ്റുന്നില്ല. കാറ്റായാലും സാധനങ്ങൾ വേണ്ടതൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. 2 ചാക്ക്, 1 ചട്ടി, പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഞാനത് ഒക്കെ കഴുകി വെച്ചതാട്ടോ, നമ്മളിതൊക്കെ കൊട്ടി വെക്കാൻ വേണ്ടിട്ട്. അത് ഉള്ളിക്ക് നടക്കുമ്പോ അവിടെ വെച്ചാ. അയ്യോ പാവം, നമ്മുടെ രമ്യാന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ. അതുകൊണ്ട് എനിക്ക് അധികം, എന്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് സാധനമാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരുപാട് സാധനം മേടിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. അപ്പൊ എനിക്ക് അറിയില്ല, നമ്മൾ ആ ഉരുട്ടി പക്ഷെ അതിന് ഉരുട്ടാൻ പോലും സമ്മതിക്കാണ്ട് ആന്റി എന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. തിരക്കുണ്ടായില്ല. ജ്യൂസ് കുടിക്കാൻ ഇത് എനിക്ക് വേണ്ടിട്ട് ജ്യൂസ് വെച്ച ജ്യൂസ് കണ്ടപ്പോ അമ്മേനെ ഓർമ്മ. അതെ, ഇതടയ്ക്ക് ആയുഷ്കാലം പിടിക്കാണ്ട് സ്ട്രോയും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഹോളില്ലാത്ത കിട്ടിയില്ല, അത് ഞാൻ നോക്കിയായിരുന്നു. ഇതടയ്ക്ക്. അപ്പൊ പാവം എന്റെ കുട്ടി കണ്ട ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ട് വന്നേക്കുന്നത്. ഞാൻ കുടിച്ചു കഴിഞ്ഞ് എന്നിട്ട് നമുക്ക് ഇതൊക്കെ ബോട്ടിലേക്ക് ആക്കാം അല്ലേ. അപ്പൊ നമുക്ക് ഇതൊക്കെ അൺബോക്സ് ചെയ്യാം, ഇതിൽ എന്തൊക്കെ ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ആവശ്യത്തിനുള്ള. അപ്പൊ നമ്മുടെ കുട്ടി പോയിട്ട് വേഗം പോയിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കും. മമ്മി എപ്പോഴും കുളിച്ചിട്ട് വരാം. ഫുഡ് റെഡി ആയോ? എന്താണ് ഫുഡ് അല്ല, എന്തായാലും മമ്മി നടക്കാം അങ്ങോട്ട്. ഞാൻ പുറത്തു പോയ എന്തായാലും മമ്മി സ്പെഷ്യൽ ആയിട്ട് തുറക്കണ്ട, ഹോസ്പിറ്റലിൽ പോയതല്ലേ. കിച്ചൺ ഇങ്ങനെ നിങ്ങൾ ഇടാറ്? അല്ലല്ല ഇങ്ങനെയല്ല ഇടാറ്, ഇതിനെക്കാളും വൃത്തിയിൽ ഇടാറുണ്ട്. അല്ല ഗൈസ്, ഞാൻ വീട് വൃത്തിയാക്കി കിച്ചണിലോട്ട് കിടക്കുന്ന സത്യം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല കിച്ചൺ ഡ്യൂട്ടീസ്. വീട് ഞാൻ വൃത്തിയിൽ ഇടാറില്ലേ? ഉണ്ടോ? ഞാൻ എടുത്തില്ല, ഇന്നലെ ഇട്ട കവർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ബാക്കിയെല്ലാം ഞാൻ എടുത്ത് കവർ പോലെ 4 o'clock ആവാറഞ്ഞ് രാവിലെ പോയതാണ് ഞാൻ. ഇല്ലെങ്കിൽ എപ്പോഴായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ടേ പുള്ളൊന്നും ഫുഡ് കഴിച്ചില്ല. ശരി ഞാൻ കുളിച്ചിട്ട് പോയിട്ട്. ഹലോ, അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിട്ട് വന്നിരിക്കുന്നത്. ചാക്ക് കൊട്ടണം, ആ കുട്ടി കൊട്ടത്. കുപ്പി മാറ്റി വെച്ചോട്ടോ. കുപ്പി ഇതിങ്ങനെ ജ്യൂസൊക്കെ നമ്മൾ കുടിക്കാം കേട്ടോ. ഇത് നമുക്ക് ജ്യൂസൊക്കെ ആക്കിയിട്ട്. അപ്പൊ ഈ ഓട്ടി കൂടെ എന്തെങ്കിലും കൊള്ളില്ലേ, വീഴില്ലേ? അറിയില്ല, അത് ഞാൻ അങ്ങനെ അടച്ചത് ഞാൻ നോക്കി പറഞ്ഞു, പക്ഷെ അത് ഇത് മൊത്തം അവള് പറഞ്ഞോ? ഒന്ന് പറഞ്ഞില്ല, 2 3 വേണ്ടത്. സോപ്പൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇത് നമ്മൾ ഈ 5 രൂപയുടെ ഇങ്ങനെ വാങ്ങിക്കൂട്ടെ എപ്പോഴും. എനിക്ക് ഓരോന്നിങ്ങനെ എടുക്കാൻ ഇത് നല്ലതാണ്. പക്ഷെ 5 രൂപയുടെ ഇത്തിരി ഇപ്പൊ എന്തോണ്ണി കുറഞ്ഞിരിക്കണു, ചെറുതായിരിക്കണത്. 40 ഉണ്ട്. 40. അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട് നമ്മള് ഹൈപ്പറിൽ കുറെ പോയിട്ടല്ലേ, കുറച്ചായി നമ്മൾ പോയിട്ടത്. പകലെടുക്കാന്ന് വിചാരിച്ച് പകലാകുമ്പോഴത്തേനും എൻ്റെ എല്ലാം ക്ലിയർ ഉണ്ടാവും. പകലാകുമ്പോഴത്തേനും ഒക്കെ ഇതായിട്ട്. അപ്പോൾ ഇത് കുറച്ച് നെല്ലിക്കയാണ്. നെല്ലിക്ക ഉപ്പിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതെന്താ? കടുകെണ്ണയിൽ ഞാൻ ഇപ്പൊ കുക്ക് ചെയ്യുന്ന കേട്ടാ. കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ഇനി മുതൽ ചെയ്യുന്നത്. കാരണം കടുകെണ്ണയിൽ കുക്ക് ചെയ്താൽ നല്ലതാ. ഉണക്കമുളക്, കാഷ്യൂ ഞാൻ വാങ്ങാൻ പറഞ്ഞായിരുന്നു. ഞാൻ വാങ്ങാൻ പറയാത്ത സാധനങ്ങൾ ഇവർ വാങ്ങിയിരിക്കുന്നത്. ഇവർക്ക് എത്ര ധൈര്യമുണ്ട് നിങ്ങൾ നോക്കൂ. ഇത്ര സാധനം ഞാൻ പറയാത്തത് വാങ്ങിയിരിക്കുന്നത്.
കൊറേ ഞാൻ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി കൊറേ ചോക്ലേറ്റ്സ് ഒക്കെ ഞങ്ങൾ കഴിച്ചു തീർത്തു. നമ്മളെല്ലാം പച്ചക്കറി വാങ്ങിയിട്ടില്ല കേട്ടോ. പച്ചക്കറി നാളെ വരുള്ളൂ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കൊട്ടി വെക്കട്ടെ. കുറച്ച് ഉള്ളി തക്കാളി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ബോട്ടിലൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ബോർഡിനകത്തൊക്കെ നല്ല കച്ചറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചപ്പോ തന്നെ എനിക്ക് സമാധാനമായി. എനിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. വേറെ ആൾ ചെയ്യുമ്പോൾ നമുക്ക് നിവൃത്തിയില്ലാണ്ട് ചെയ്യിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊട്ടി വെക്കാം. ഇതൊക്കെ ഞാൻ ഉണക്കി വെച്ചതാണ്. ഓക്കേ, ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഏട്ടൻ കൊണ്ടുവരുമ്പോ ഒരു വിലയില്ല. അവിടെയും ഇവിടെയും എല്ലാവർക്കും അതാ കുഞ്ഞു പാത്രത്തില് കൊട്ടി വെച്ചാൽ മതി. കുറെ കുഞ്ഞു പാത്രം ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് വാങ്ങുമ്പോഴൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ തീർന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ചായിട്ട് വാങ്ങിക്കഴിഞ്ഞാലേ നമ്മൾക്ക് എപ്പോഴും അയ്യോ സാധനം ഇല്ല, അയ്യോ കഴിഞ്ഞു എന്നൊരു ഫീൽ ഉണ്ടാവും. ഇത് ഞാൻ അടുത്ത മാസത്തേക്ക് ഇതിൻ്റെ ബാക്കി വാങ്ങിച്ചാൽ മതി. കാരണം ഈ മാസം വാങ്ങിച്ചതിൻ്റെ ബാലൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇല്ലാത്ത സാധനം മാത്രം നമ്മൾ നോക്കി വാങ്ങിയാൽ മതി. പിന്നെ ഞാൻ ജ്യൂസിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. 2-3 ജ്യൂസ് നമ്മൾ പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് റാക്കിൽ കൊണ്ടുപോയിട്ട് അടുക്കി പെറുക്കി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് അരി സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ബക്കറ്റിലാക്കി എടുത്ത് വയ്ക്കാനുള്ളത് കൊണ്ട് ഇവിടെ അടുക്കളയ്ക്ക് കൊണ്ടുവയ്ക്കാനുണ്ട്. അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടിയും കൂടി വേഗം ഇതൊക്കെ കൊണ്ടുവയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കബോർഡിനകത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ താഴെയുള്ളത് ഇത് മറ്റേ ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ് കേട്ടോ, ശർക്കര. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി വെക്കട്ടെ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഇനി കുറച്ച് ഹാളിലും കൂടി ഉണ്ട്. അത് ഞാൻ ഉണ്ണിനടുത്ത് പറയുകയാണ്. ഞാൻ ഫ്ലാറ്റായിട്ട്, അതുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ല. ഇനി ഉണ്ണിനടുത്ത് പറയട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ. ഇനി കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. കാരണം തന്നെ ഒത്തിരി ലോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ.